रिश्ता तेरा मेरा, रिश्ता तेरा मेरा. നീ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എന്താ ചെയ്യുന്നേ? എവിടെയാ അവൻ അഞ്ചേറെ? ജെറിൻ പുറത്തു പോയി പപ്പ. പുറത്തു പോയെന്നോ? അടുത്ത പെൺകുച്ചിനെ വരിയിലാക്കാനാണോ? ആയിരിക്കും. നോക്ക്, നീ അവൻ തനിച്ചിരുത്തിയിട്ട് പുറത്ത് കിടങ്ങാൻ പോകുന്നു. ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞിരുന്നില്ലേ അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന്? പപ്പ, എനിക്ക് ബനാന മിൽക്ക് കുടിക്കാൻ കൊതി തോന്നി, അത് വാങ്ങാൻ പോയതാ ജെറിൻ. എന്തെങ്കിലും ആട്ടെ, ഇനി ചിക്കത്തിന് പോയിട്ട് എന്ത് പറയൂ? സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് ജീനിയുടെ നേരെ നീട്ടി. എനിക്കിത് നോക്കിയൊന്നും മനസ്സിലാവില്ല. നീ തന്നെ പറ. മമ്മി, സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞത് എനിക്ക് 1 അല്ല 3 കുഞ്ഞുങ്ങളാണ്. എന്താ മോളെ, നീ നോക്കിയില്ലേ? നിനക്ക് പേടിയുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. പക്ഷേ ജെറിൻ കൂടെ ഉണ്ടല്ലോ, അവനുള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട്. ഇനി അവനെ വിശ്വസിച്ച് തന്നെ ഇരുന്നു. വിശ്വസിച്ച് ഇപ്പൊ അവന്റെ 3 കുട്ടികളായി കഴിഞ്ഞില്ലേ? ഇതും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ജോൺ മുകളിലേക്ക് കയറിപ്പോയി. മോളെ, നീ പേടിക്കണ്ട, ഞങ്ങളൊക്കെ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. മമ്മി പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ജെറിൻ, 3 കുട്ടികളല്ലേ? സന്തോഷമായി കാണുമല്ലോ അല്ലേ? അതെ അങ്കിൾ. ഇനി തീരെ കുഞ്ഞായിരിക്കുമ്പോ അവൾക്കൊരു ദിവസം സുഖമില്ലാതെ വന്നു. അവർ ഒരു രാത്രി ഫുള്ള് കരഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ കുറെ രാത്രികൾ ഞാനും എങ്ങളുടെ അമ്മയും ഉറക്കം നഷ്ടപ്പെട്ട് അവളെ നോക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ നോക്കാനാ ഞങ്ങൾ 2 പേരും ദിവസങ്ങളോളം ഉറക്കമില്ലാതിരുന്നത്. പക്ഷേ നിനക്കാണെ ഒന്നല്ലല്ലോ, 3 പേരാ. ജെറിനെ പേടിപ്പിക്കാനാണ് ജോൺ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു. പപ്പ, അവനെ പേടിപ്പിക്കാതെ. അവനെ പേടിപ്പിക്കാൻ പപ്പ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്കാ പേടി വരുന്നേ. ഞാനാരും പേടിപ്പിക്കാനൊന്നുമില്ല പറഞ്ഞത്. സത്യം പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് വേണ്ടി മാത്രം ഞാനൊരു മുറി നിറയെ ടോയ്സാ വാങ്ങി തന്നെ. ഇവനെ കൊണ്ട് ഒരു മുറി പോയിട്ട് ഒരു കളിപ്പാട്ടെങ്കിലും വാങ്ങാൻ പറ്റുമോ? പപ്പ പറഞ്ഞു വരുന്നത് ഞാൻ സ്പോയിലർ കിട്ടാണെന്നല്ലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. ജോനാണ് തുടച്ചു നോക്കിയിട്ട് പിന്നെയും കഴിക്കാൻ ആരംഭിച്ചു. ശരിക്കും ജിയോണ ജെറിന് ഹർട്ടാകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം വിഷയം മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. എല്ലാവരും ഉറങ്ങാൻ കിടന്നിരുന്നു. ഇനിയും ഉറങ്ങാൻ കിടന്നു. പക്ഷെ അവൾക്ക് ഉറക്കം വന്നില്ല. അവളുടെ മൈൻഡ് ആകെ അപ്സെറ്റ് ആയിരുന്നു. അവൾക്ക് അവളെ പറ്റി മാത്രമല്ല ജെറിനെ പറ്റിയും ആഗ്രഹമുണ്ടായിരുന്നു. അവൾ അതുകൊണ്ട് മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഹാളിൽ വന്നിരുന്നു. കുറെ ആഴ്ചകൾ കൂടി കഴിഞ്ഞാൽ എനിക്കും കോളേജിൽ പോകാൻ കഴിയില്ല. പക്ഷെ ജെറിന് പോകണം. അവന്റെ പ്രായത്തിലുള്ള എല്ലാവരും അവരുടെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ അവൻ പഠിക്കുകയും എന്നെ നോക്കുകയും വേണം. അവൻ ഇതൊക്കെ കാരണം എന്നെ വെറുക്കോ? അവനങ്ങനെ ചെയ്യില്ല. പക്ഷെ ഭാവിയിൽ ഇത് ഞങ്ങളുടെ ബന്ധത്തെ ബാധിച്ചാലോ? അവന്റെ യങ് ഏജ് എന്നെയും കുഞ്ഞുങ്ങളെ നോക്കാൻ കളഞ്ഞു എന്ന് പറഞ്ഞ് അവൻ എന്നെ വെറുക്കുമോ? അവന് ബാസ്കറ്റ്ബോൾ ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്ക് വേണ്ടി അതിൽ നിന്ന് അവൻ ക്വിറ്റ് ചെയ്തു. പപ്പയുടെ കുത്തുവാക്കനുസരിച്ച് അവൻ ഇവിടെ എങ്ങനെ കഴിയുന്നുവെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാനിവിടെ എങ്ങനെ ചിന്തിക്കുന്നത്? അവൻ കാരണം തന്നെയല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അവൻ അവളെ സ്നേഹിക്കുന്നതിലും കൂടുതൽ അവളിപ്പോ അവനെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് അപ്പോഴാണ് സ്വയം മനസ്സിലായത്. അവൾക്ക് ജെറിനോട് മനസ്സ് തുറന്ന് എല്ലാം സംസാരിക്കണമെന്ന് തോന്നി. നീ എന്തെടുക്കോ ഇവിടെ? ഒന്നുമില്ല, കിടന്നിട്ട് ഉറക്കം വന്നില്ല. എന്താ എന്താ ഉറക്കം വരാത്തെ? നാളെ നമുക്ക് കോളേജിൽ പോകേണ്ടതല്ലേ? ചെന്ന് കിടന്നുറങ്ങാം. ഈ ടൈമിൽ ഉറക്കം കളഞ്ഞിരിക്കുന്നത് ശരിയല്ല. അത് ബേബിയെ ബാധിക്കും. നീ പോയി കിടന്നോ ജെറി, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്താടി, എന്താ കാര്യം? നിനക്ക് ഉറക്കം വരുന്നില്ലേ? എന്തോ കാര്യം നിന്റെ മൈൻഡിൽ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അത് ഉറപ്പാ. എന്താ പറ. എന്താ 3 കുട്ടികളുണ്ടെന്ന് അറിഞ്ഞതാണോ നിന്റെ പ്രശ്നം? അതൊന്നും ഉണ്ട്. പിന്നെ ഏതൊക്കെ കാര്യങ്ങളാ? ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഇങ്ങനെ ഉറക്കം കളഞ്ഞ് നീ ഓരോന്നോർത്ത് വിഷമിച്ചിരുന്ന് കുഞ്ഞുങ്ങളെ മാത്രമേ ഇത് ദോഷമായിട്ട് ബാധിക്കത്തുള്ളൂ. വാ, ഉറങ്ങും. ശരി, നീ എന്താ ഒരു പ്രോബ്ലം നിനക്കില്ലാത്തതുപോലെ ബിഹേവ് ചെയ്യുന്നേ? നീ എന്തിനാ എന്നെ അങ്ങനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നേ? ഈ നടക്കുന്ന എല്ലാ കാര്യവും നിനക്കൊരു കുഴപ്പമില്ലേ? നീ എന്നാ ഒന്നും പറയാതെ? എന്താ നീ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ തെളിച്ച് പറ. നിന്റെ ഈ അമ്മേജ് നീ നഷ്ടപ്പെടുത്തി കളയുവാണെന്ന് നിനക്കറിയാമോ? നിന്റെ എല്ലാ ഫ്രണ്ട്സും കളിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പോകുമ്പോൾ നീ ഇവിടെ എന്നെ നോക്കിയിരിക്കുന്നു. എനിക്ക് വേണ്ടി. എനിക്ക് നിന്റെ കൂടെ ഇരിക്കാനാ ഇഷ്ടം. എനിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെയും നിന്റെ കൂടെയും ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. നീ ജെറി, എനിക്ക് നിന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാ. എനിക്കിത് എന്തോ പേടിയാവുന്നു. എന്തിനാ നീ പേടിക്കുന്നേ? അതിന്റെ ആവശ്യം എന്താ? ഈ സാഹചര്യങ്ങളിലെല്ലാം നിന്നെ മടുപ്പിക്കും. അങ്ങനെ നീ എന്നെ വെറുക്കുമ്പോൾ എനിക്ക് പേടിയാ. കാരണം നിനക്ക് ഇനിയും ഉത്തരവാദിത്തം കൂടി വരിക, അതുപോലെ കഷ്ടപ്പാടും. എമ്മി, ഞാൻ ആ രാത്രി എന്നെ കൺട്രോൾ ചെയ്തിരുന്നേ നമുക്ക് രണ്ടുപേർക്കും ഈ സിറ്റുവേഷൻ ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ ഞാൻ ചെയ്ത തെറ്റ്, അതിനുള്ള ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കണം. അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ നീയും കണ്ടാൽ മതി. ഇത് തന്നെ ജെറി ഞാനും പറഞ്ഞത്. നീ തന്നെ ഇപ്പോൾ സമ്മതിച്ചു. നീ ഹാപ്പിയാണെന്ന് പുറമേ കാണിക്കുന്നതാ. നീ ചിന്തിക്കുന്നേ നീ ചെയ്ത തെറ്റിനുള്ള പ്രായച്ചിത്തമാണ് എന്നല്ലേ? പ്രായച്ചിത്തം ചെയ്ത് കഴിയുമ്പോൾ നീ ഉറപ്പായിട്ട് റിഗ്രറ്റ് ചെയ്യും. നിന്റെ യങ് ഏജ് വേസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ നീ എന്നെ വെറുക്കും. ഉറപ്പാ? എമിലി, പ്ലീസ് സ്റ്റോപ്പ് ദിസ്. ഇല്ല ജെറി, നിനക്ക് പിന്മാറണമെങ്കിൽ മാറാം. ഞാൻ പപ്പയെ കൺവിൻസ് ചെയ്തോളാം. നിനക്കൊരു പ്രോബ്ലം വരാതെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് നിന്റെ വഴിക്ക് എന്നെ പോവാം. എമി, ശരിയാ, എനിക്ക് നല്ല മാനസിക ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എത്ര സന്തോഷവാനൊന്നുമല്ല. ശരിയാ, ഇത്രയും ചെറുപ്പത്തിൽ ഒരച്ഛനാവാൻ പോകുന്നതിൻ്റെ ഫീല് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഈ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഏജിന് അപ്പുറമാണ്. പക്ഷേ ആ റെസ്പോൺസിബിലിറ്റി ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ എനിക്കും അവരോടൊപ്പം എൻജോയ് ചെയ്യാൻ പറ്റാത്ത വിഷമമുണ്ട്. പിന്നെ നിന്റെ പപ്പ ഏത് നേരവും ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്നതും എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ചില സമയത്ത് എനിക്ക് ഭ്രാന്തി വരുമെന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ എമി, നിന്നെ കാണുമ്പോൾ ഞാൻ എൻ്റെ വിഷമം എല്ലാം മറന്നുപോകും. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണിനും എൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് ജീവിക്കാനുള്ള എനർജി കിട്ടും. എമി, എൻ്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ ഒത്തിരി വേദന നിനക്ക് തന്നു. ഇനി ഇതും ആലോചിച്ച് നീ വിഷമിക്കണ്ട. ഇല്ല ജെറി, നീ ബാസ്കറ്റ്ബോൾ ക്ലബ്ബിൽ ജോയിൻ ചെയ്യണം. നീ ഹരിയുടെയും മനുവിൻ്റെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. നീ താമസിച്ച് വീട്ടിൽ വന്നാൽ മതി. ഞാൻ പപ്പയെ മാനേജ് ചെയ്തോളാം. നിനക്കും കുറച്ച് ടൈം റിലാക്സ് ചെയ്യാൻ വേണമല്ലോ. ട്രിപ്ലറ്റ്സ് ആയതുകൊണ്ട് വയറ് നേരത്തെ തന്നെ വീർക്കും. അതുകൊണ്ട് ഞാൻ 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ കോളേജിൽ വരുന്നില്ല. വേണ്ട ജെറി, നിനക്ക് എൻജോയ്മെന്റ് വേണം നിന്റെ കോളേജ് ലൈഫിൽ. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പപ്പയുടെ കമ്പനിയിൽ വർക്ക് ചെയ്ത് തുടങ്ങും. എനിക്ക് തോന്നുന്നില്ല പപ്പ നിന്നോട് ഈസി ആകുമെന്ന്. ആ ടൈമിൽ നമ്മുടെ മക്കൾക്ക് 1 വയസ്സ് കാണും. ഒരിക്കലും ഇനി എൻജോയ് ചെയ്യാൻ പറ്റില്ല നിന്റെ ഈ പ്രായം. അതുകൊണ്ട് നീ ഈ തിരക്കിനിടയിൽ നിന്റെ കോളേജ് ലൈഫ് നോർമൽ സ്റ്റുഡൻസിനെ പോലെ മാക്സിമം എൻജോയ് ചെയ്യണം. ഞാൻ നിനക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ എന്നെ കുറിച്ച് ഇത്രയും കൺസേൺ ആയതിൽ താങ്ക് യു എമി. നീ എന്നെ കുറിച്ച് ടെൻഷനാകുന്ന പോലെ ഞാനും നിന്നെ കുറിച്ച് ടെൻഷനാകുന്നുണ്ട്. എനിക്ക് നീ പറഞ്ഞ പോലെ എങ്കിലും എൻജോയ് ചെയ്യാം. പക്ഷേ നീ ഒറ്റയ്ക്ക് ഈ വയറും കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ചില്ല് ചെയ്യും? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എമി. ഇനി എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം നിന്നോടുള്ള സ്നേഹത്തിൽ ഒരു തരി പോലും കുറയില്ല. നമ്മൾ പ്രോമിസ് ചെയ്ത എന്നെ. അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കണ്ട, പോയി കിടന്നുറങ്ങിക്കോ. നമ്മുടെ ലൈഫിലെല്ലാം കലങ്ങി തെളിയുമായിരിക്കുമല്ലേ? നമുക്കും എല്ലാരെ പോലെ ഒരു നോർമൽ ലൈഫ് കിട്ടുമായിരിക്കും അല്ലേ? എമി, നീ കോൺഫിഡൻ്റ് ആണ്, ഞാനും കോൺഫിഡൻ്റ്. നീ ആൻഷ്യസ് ആണ്, എനിക്കും ആൻഷ്യസ്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. അവരുടെ കാര്യം ഓർത്ത് ഒന്നും ടെൻഷൻ അടിക്കണ്ട. അവർക്കൊന്നും സംഭവിക്കില്ല. അവർ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യും. എനിക്ക് 3 പേരെയും കാണാൻ കൊതിയാവുന്നു. ശരി, താങ്ക്സ് ഫോർ ബീയിങ് മെച്യൂർ.
ഞാൻ പണ്ട് മുതലേ മെച്ചോടാ, പിന്നെ ഞാനത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അയ്യോ, അറിയാവേ മെച്ചൂരിറ്റിയുടെ അളവ്. വാ, പോയി കിടന്നുറങ്ങ. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. ചെന്ന് കിടന്നുറങ്ങാൻ നമുക്ക്. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. 4 മാസം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. എമി കോളേജിൽ പോകുന്നത് നിർത്തി. കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇപ്പം വീട്ടിലിരിക്കുന്നു. ജെറി കോളേജിൽ പോകും. അവൻ കഴിയുന്നതും നേരത്തെ വീട്ടിലെത്താൻ ശ്രമിക്കും. എമിയെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യും. എമിക്ക് പ്രഗ്നൻസി മൂഡ് സ്വിങ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. മോർണിംഗ് സിക്നസ് ഇല്ലായിരുന്നുവെങ്കിലും നല്ലതുപോലെ വിശപ്പുണ്ടായിരുന്നു എമിക്ക്. എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം തോന്നിയ ജെറി എവിടെ പോയിട്ടാണെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു. എമിയുടെ പപ്പ പുതിയൊരു സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്തു, ജെയിനിക്ക് എമിയെ നോക്കാൻ വേണ്ടി. ജെറിയുടെ അമ്മ ഇടയ്ക്ക് ജെറിയെയും എമിയെയും കാണാൻ വരുമായിരുന്നു.